ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും സ്കിൻ കെയർ എല്ലാം ഇൻക്ലൂഡ് ആക്കിയാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂളിൽ പോയ പിന്നെയുള്ള വീഡിയോ ആണിത്. ഞാൻ കുറച്ച് സൈഡിൽ നിന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് വന്ന് ലിവിങ് റൂമിലുള്ള സോഫ സെറ്റ് കവറെല്ലാം തട്ടിക്കൊടുന്ന് പിരിച്ചിട്ട് എന്നിട്ട് ദിവാൻ കാട്ടും ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ആക്കിയിട്ട് വേറെ ബെഡ്ഷീറ്റ് പിരിച്ചിട്ട് എന്നിട്ട് കയറ്റി വെച്ച പാത്രമെല്ലാം എടുത്ത് അതായത് സ്ഥലത്ത് എടുത്ത് വെച്ച് എന്നിട്ട് കవ్വാനുള്ള തുണിയെല്ലാം ഞാൻ മെഷീനിലിട്ട് ഞാൻ കുറച്ച് തുണി കയ്യിൽ തിരുമ്പാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചിന്. ഞാൻ ഈ ബെഡ്ഷീറ്റുകളും പിന്നെ പുതിയ തുണികൾ കുട്ടികളുടെ യൂണിഫോം ഇങ്ങനത്തെ ഇതെല്ലാം ഞാൻ മെഷീനിലിടില്ല, അത് ഞാൻ സെപ്പറേറ്റ് തന്നെ കയറ്റിടല്. അങ്ങനെ ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് എനിക്ക് മെഷീൻ കിടുന്ന അതേ ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഞാൻ തുണിയെല്ലാം പൊതിരാൻ വേണ്ടിയിട്ട് വെച്ച്. വെളുത്ത തുണി ഞാൻ സെപ്പറേറ്റായിട്ട് പൊതിർത്തി വെക്കൽ, അതിനെ ഞാൻ കളർ തുണിയിലൊക്കെ ഒന്നിച്ചിട്ട് വെക്കില്ല, അതിനെ ഞാൻ സെപ്പറേറ്റായിട്ട് പൊതിർത്തി വെച്ച് എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ തന്നെ അടിച്ച് വാരിക്കൊണ്ട് വന്ന് ഉള്ളത്തെ പണിയെല്ലാം ആകുമ്പോഴേക്ക് തുണി എൻ്റെ മണ്ണെല്ലാം വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഉള്ളിൽ അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുണി തിരുമ്പാൻ വേണ്ടിയിട്ട് പോകൽ. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് പരട്ടായ പിന്നെ മിറർ, ഫ്രിഡ്ജ്, ടീപ്പായി ഇങ്ങനത്തതെല്ലാം ഞാൻ ഇങ്ങനെ സ്പ്രേ ആക്കിയിട്ട് തുടച്ചുകൊണ്ട് വന്ന് രാവിലെ പാത്രമൊക്കെ ആകുമ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ പാത്രമൊക്കെ ഒന്ന് ലിക്വിഡ് വെച്ചിട്ട് പാങ്ങിൽ കയറ്റുണ്ടായി. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അങ്ങനെ സ്പ്രേ ആക്കി ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ട് അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ ഫിൽറ്ററും പിന്നെ ഓവൻ, മിക്സി അതെല്ലാം അങ്ങനെ തുടച്ച് ഡൈനിങ് ടേബിൾ, ചെയറെല്ലാം ഞാൻ തുണി നല്ലോണം നനച്ചിട്ട് അതിന് കെട്ടിയിട്ട് പിന്നിട്ട് അങ്ങനെ തുടച്ചിട്ടുകൊണ്ട് വന്ന് ഈ ടേബിൾ സ്റ്റൗവിൻ്റെ അടുത്തേ വെച്ചുകൊണ്ട് ഗ്യാസിൽ എന്ത് കുക്കിംഗ് ആക്കുമ്പോൾ ടേബിളിന് മേലെ അങ്ങനെ തിരിച്ചിട്ടുണ്ടാവും. അതിന് നല്ല നീട്ടായിട്ട് തുടച്ചിട്ട് അങ്ങനെ സ്റ്റൗവിൻ്റെ ബാക്ക് സൈഡിലുള്ള ടൈൽസുകളെല്ലാം നല്ല പാങ്ങിൽ തുടച്ച് എന്നിട്ട് ഗ്യാസിൻ്റെ അടിയിലും കൗണ്ടർ ടോപ്പെല്ലാം നല്ല നീട്ടായിട്ട് തുടച്ചിട്ട് അങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ചിട്ടായ പിന്നെ പാത്രമൊക്കെ ഒന്ന് സിങ്ക് ഞാൻ പാത്രമൊക്കെ ഒന്ന് ലിക്വിഡ് ഒഴിച്ചിട്ട് അതിന് കയ്യെ അങ്ങനെ സിങ്കെല്ലാം കയറ്റായ പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം നല്ല നീട്ടായിട്ട് തുടച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ ക്ലീൻ ആയ പിന്നെ ഞാൻ വാഷ് ബേസിനിക്ക് കുറച്ച് ഹാർപ്പിക്ക് ഇട്ടിട്ട് ഇങ്ങനെ റബ്ബാക്കിയിട്ട് കുറച്ച് നേരം വിടും. ഞാൻ ഡെയിലി ഹാർപ്പിക്ക് ഇടില്ല, ആഴ്ചക്ക് ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഹാർപ്പിക്ക് ഇടുന്നത്, ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ടിട്ട് അങ്ങനെ കഴുകല്. ഇത് നല്ലോണം കര പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ഹാർപ്പിക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വിട്ട് നിലമെല്ലാം തുടച്ചിട്ടാകുമ്പോൾ അത് അതിൻ്റെ കര പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ തുടക്കുന്നതായിട്ട് മുമ്പ് തന്നെ ഞാൻ ടോയ്ലറ്റ് ബാത്റൂമൊക്കെല്ലാം ഹാർപ്പിക്ക് ഇട്ടിട്ട് ഇങ്ങനെ വിടും. പിന്നെ നിലമെല്ലാം തുടച്ചിട്ടായ പിന്നെ ഞാൻ ബാത്റൂം ടോയ്ലറ്റെല്ലാം കഴുകല്. നല്ല തുടക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലേക്ക് വെള്ളം ഇട്ടിട്ട് അതിന് കുറച്ച് ലൈസോൾ ഒഴിച്ചിട്ട് ഞാൻ 3 ബെഡ്റൂം ഫസ്റ്റ് തുടച്ച് അവിടെ നിസ്കരിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ബെഡ്റൂം തുടക്കും. പിന്നെ സിറ്റ് ഔട്ട്, ലിവിങ് റൂമും ബാക്കിയുള്ള റൂമെല്ലാം തുടച്ചുകൊണ്ട് വന്ന് അങ്ങനെ എല്ലാ റൂമും തുടച്ചിട്ടായ പിന്നെ ടോയ്ലറ്റ്, ബാത്റൂം കയറ്റി ഞാൻ ബാക്കത്തെ സിറ്റ് ഔട്ട് തുടച്ച് അങ്ങനെ തുടച്ചിട്ടെല്ലാം ആയ പിന്നെ തുടക്കുന്ന കോലെല്ലാം കയറ്റി ഉണങ്ങാനിട്ട് എന്നിട്ട് അതേ വെള്ളത്തിൽ അവിടെ പുറത്തെല്ലാം വെള്ളം ഒഴിച്ചിട്ട് പാങ്ങിൽ കയ്യേ ഇവിടെ എല്ലാം കയറ്റാകുമ്പോഴേക്ക് ഉള്ളെല്ലാം പാങ്ങിൽ ഉണങ്ങും. ഞാൻ ഉണങ്ങിയ പിന്നെ തന്നെ ഉള്ളിലെല്ലാം മാറ്റിടൽ, ഇല്ലെങ്കിൽ അങ്ങനെ ചണ്ടിയേ ഉണ്ടാവും. ഇപ്പം മഴയെ കൊണ്ട് പീ ഉണങ്ങുന്നുമില്ല. അങ്ങനെ ഞാൻ ഫുള്ള് ഉണങ്ങിയ പിന്നെ ഉള്ളിലെല്ലാം ഞാൻ മാറ്റിട്ട് കൊടുക്കൽ. അങ്ങനെ എല്ലാ റൂമിലും മാറ്റെല്ലാം പിരിച്ചിട്ട് അങ്ങനെ പണിയെല്ലാം ആയ പിന്നെ നല്ല ചൂടുവെള്ളത്ത് ഫേസ് വാഷെല്ലാം ഇട്ടിട്ട് നല്ല മുഖമെല്ലാം കയറ്റി വന്ന് അത് കയറ്റായിട്ട് ഞാൻ നല്ല പൊത്ത പപ്പായിനെ അരച്ചിട്ട് അതിന് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ ക്യൂബാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഡെയിലി ഓരോരോ ക്യൂബ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ആക്കി കൊടുക്കാം. ഞങ്ങൾക്ക് പണിയെല്ലാം ആയ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് തിന്നണം. ഇന്ന് ഞങ്ങൾക്ക് പേരക്ക കിട്ടി. അങ്ങനെ ആ പേരക്കനെ ഇങ്ങനെ 4ആയിട്ട് കണ്ടാക്കിയിട്ട് അതിന് കുറച്ച് ഉപ്പുപൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് തിന്ന്
ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയ പാടന്നെ അരി തിളപ്പിച്ചിട്ട് ഇങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ചോറെല്ലാം കുറച്ച് വെന്തിന്, ഒരു മുക്കാലോളം വെന്തിന്. ഇങ്ങനെ ഒരു തള തിളപ്പിച്ചിട്ട് അതിന് ഞാൻ വാർക്കും. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ബീറ്റ് റൈസ് യൂസ് ആക്കിക്കൊണ്ടുണ്ടായി. ഇപ്പോൾ പുയിങ്ങലരി യൂസ് ആക്കുന്നുള്ളത്. എൻ്റെ മോനിക്ക് എപ്പോൾ നോക്കുമ്പോൾ പയറുവേദന ആയിക്കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ പച്ചരി ഹീറ്റായതുകൊണ്ട് ഞങ്ങളിപ്പോൾ പുയിങ്ങലരി ആക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചോറ് തിളക്കുമ്പോഴേക്കും ഞാൻ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്ത്. ഇപ്പോൾ ചോറ് പാങ്ങിൽ തളിച്ചിന്. ഇത് നല്ലോണം നിറഞ്ഞു പോയത് കൊണ്ട് അത് വാർക്കാനാകുമ്പോൾ കഷ്ടാവും പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് ചോറിനെ ഇങ്ങനെ ഓട്ടപാത്രത്തിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ചോറിനെ ഞാൻ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ വാർത്തെടുത്ത്. ഇനി കറിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഗുജ്ജ ചെറുതായിട്ട് കട്ടാക്കിയതും പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ്, 2 ഉള്ളി, 2 തക്കാളി, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലാക്കിയിട്ട് എടുത്ത്. ഇനി കബാബ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി, കസൂരി മേത്തി, കബാബ് പൊടി, മുട്ടേൻ്റെ വൈറ്റ്, കുറച്ച് ഫുഡ് കളറ്, കുറച്ച് വിനീഗർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. ഇപ്പം നല്ലോണം മിക്സായിന്. ഇനി മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഹെയറെല്ലാം പോയിന്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വെക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു 3/4 വെന്തിന്. ഇനി ഇത് തിളക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. മറ്റേ സൈഡ് ഞാൻ കബാബ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ചൂടായ പിന്നെ ഓരോരോ പീസ് ചിക്കൻ ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഒരു മീഡിയമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കാം. മറ്റേ സൈഡിൽ കറി തളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ചൂടായ പിന്നെ എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എനിക്ക് കടുക്, ജീരക, ഇങ്ക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് തളിച്ചെടുത്ത്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച്. ഇപ്പോൾ കബാബ് ഒരു സൈഡ് ഫുള്ള് ഫ്രൈ ആയിന്. എന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ പിന്നെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.